വിശദമായ വാർത്തകളിലേക്ക്. കരുണ എസ്റ്റേറ്റിൽ നിന്ന് നികുതി സ്വീകരിക്കാനുള്ള സർക്കാർ ഉത്തരവ് പിൻവലിക്കില്ല. ഉത്തരവിൽ ഭേദഗതി വരുത്താൻ മന്ത്രിസഭാ തീരുമാനം. കോടതി ഉത്തരവുകൾ കൂടി പരിശോധിച്ച ശേഷമായിരിക്കും ഭേദഗതി. വിവരങ്ങളുമായി സുനിൽ അരുമാനൂർ ചേർന്നു. സുനിൽ, വിശദാംശങ്ങൾ. കരുണ എസ്റ്റേറ്റിൽ നിന്ന് നികുതി സ്വീകരിക്കാനുള്ള ഉത്തരവ് പിൻവലിക്കേണ്ടതില്ല എന്നാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനകത്ത് പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് കരുണ എസ്റ്റേറ്റിലെ നികുതി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച ഉത്തരവിൽ തന്നെ കോടതി പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ആ കോടതി പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഉത്തരവ് നടപ്പാവുകയുള്ളൂ എന്നാണ് നേരത്തെ അടൂർ പ്രകാശ് തന്നെ ഈ വിഷയം വിവാദമായപ്പോൾ പറഞ്ഞത്. പക്ഷേ ഇതിനുശേഷം ഇന്നലെ KPCC യോഗത്തിൽ രൂക്ഷ വിമർശനം കരുണയും അതുപോലെ നെല്ലിയാമ്പതി അടക്കമുള്ള എസ്റ്റേറ്റ് വിഷയങ്ങളുടെ കാര്യത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാടിനെതിരെ രൂക്ഷ വിമർശനമായി KPCC പ്രസിഡന്റ് VM സുധീരൻ അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത് പിൻവലിക്കണം, റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിൽ പോലും അത്തരത്തിൽ പിൻവലിക്കാൻ തയ്യാറാകാതെയാണ് ഇത് ഭേദഗതികളോടെ ഉത്തരവ് പുറത്തിറക്കാനായി ഇപ്പോൾ ഇന്ന് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഭേദഗതികൾ കോടതി ഉത്തരവുകൾ കൂടി പരിശോധിച്ച് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഭേദഗതികൾ എന്നാണ് പറയുന്നത്. പക്ഷെ അത്തരത്തിൽ ഭേദഗതികൾ തയ്യാറാക്കുമ്പോൾ പോലും കോടതി വിധികളുടെ കൂടെ പരിഗണനയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഇത്തരത്തിൽ എസ്റ്റേറ്റുകൾക്ക് അനുകൂലമായിട്ടുള്ള ഉത്തരവ് തന്നെയായിരിക്കും ഇനി സർക്കാർ പുറത്തിറക്കാൻ പോവുക. സുനിൽ അരുമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത് ആരംഭിച്ചു. സ്ഥാനാർത്ഥി പട്ടികയെക്കുറിച്ച് കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും പ്രാഥമിക ചർച്ച നടത്തിയിരുന്നു. ജില്ലാ കമ്മിറ്റിയിൽ നൽകിയ പട്ടിക പരിശോധിച്ച് മാറ്റം വരുത്താൻ നിർദ്ദേശം നൽകിയിരുന്നു. ജില്ലാ കമ്മിറ്റികൾ വീണ്ടും സമർപ്പിച്ച സ്ഥാനാർത്ഥികളെക്കുറിച്ചാണ് സെക്രട്ടേറിയറ്റ് ഇന്ന് ചർച്ച ചെയ്യുക. ഘടകകക്ഷികൾക്കുള്ള സീറ്റുകൾ തീരുമാനിച്ച ശേഷം CPIM സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കും. ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ സംസ്ഥാന പ്രവർത്തക സമ്മേളനം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് കോട്ടയത്ത് നടക്കും. പാർട്ടി ചെയർമാൻ ഫ്രാൻസിസ് ജോർജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ആന്റണി രാജു, ഡോക്ടർ KC ജോസഫ്, മാത്യു സ്റ്റീഫൻ, വക്കച്ചൻ മറ്റത്തിൽ, PC ജോസഫ് തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ പാർട്ടിയുടെ നയങ്ങൾക്കും പരിപാടികൾക്കും രൂപം നൽകും. സമ്മേളനത്തിന് ശേഷം 14 ജില്ലകളിൽ കമ്മിറ്റികൾ വിളിച്ചു ചേർത്ത് ജില്ലാ ഭാരവാഹികളെ തെരഞ്ഞെടുക്കും. രാജ്യത്തെ വിവിധ സർവകലാശാലകളിൽ പഠിക്കുന്ന ജമ്മു കാശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ വിശദാംശങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ശേഖരിക്കുന്നു. വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ കൈമാറണമെന്നാവശ്യപ്പെട്ട് കൊൽക്കത്തയിലെ കോളേജുകൾക്ക് നോട്ടീസ് നൽകി. JNU സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വിവരങ്ങൾ ശേഖരിക്കുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി. കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയേക്കാവുന്ന നീക്കവുമായാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മുന്നോട്ടു പോകുന്നത്. ജമ്മു കാശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ വിശദാംശങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ട് കൊൽക്കത്തയിലെ കോളേജുകൾക്ക് പോലീസ് ഇന്റലിജൻസ് വിഭാഗമാണ് നോട്ടീസ് നൽകിയത്. വിവരങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറാനാണെന്നും നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. JNUവിലെ വിദ്യാർത്ഥികളുടെ അറസ്റ്റിനെ തുടർന്ന് കൊൽക്കത്തയിലെ ജാദവ്പൂർ സർവകലാശാലയിൽ പ്രതിഷേധം ഉയർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൊൽക്കത്തയിലെ കോളേജുകൾക്ക് നോട്ടീസ് അയച്ചത് എന്നാണ് സൂചന. ഇന്റലിജൻസ് വിഭാഗത്തിന്റെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ ഒപ്പോടുകൂടിയ നോട്ടീസ് കോളേജ് പ്രിൻസിപ്പൽമാർക്കാണ് അയച്ചത്. JNU സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഇതിന്റെ ഭാഗമായാണ് നടപടിയെന്നുമാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ, ദില്ലി. തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ കോഴ വാങ്ങിയ സംഭവം പാർലമെന്റ് എത്തിക്സ് കമ്മിറ്റി അന്വേഷിക്കും. CPIM ആവശ്യത്തെ തുടർന്ന് ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജനാണ് വിഷയം എത്തിക്സ് കമ്മിറ്റിക്ക് വിട്ടത്. വിശദമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനും സ്പീക്കർ നിർദ്ദേശിച്ചു. അതേസമയം കോഴ സംഭവത്തിൽ കേന്ദ്ര സർക്കാരും തൃണമൂൽ കോൺഗ്രസും ഒത്തുകളിക്കുകയാണെന്ന് സീതാറാം യെച്ചൂരി രാജ്യസഭയിൽ ആരോപിച്ചു. കേന്ദ്ര സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിടാത്തത് ദുരൂഹമാണെന്നും സീതാറാം യെച്ചൂരി കുറ്റപ്പെടുത്തി. സന്തോഷ് സർലിംഗ് ചേരുന്നു ദില്ലിയിൽ നിന്നും വിവരങ്ങളുമായി. സന്തോഷ്, വിവരങ്ങൾ. തൃണമൂൽ കോൺഗ്രസ് MP അടക്കമുള്ളവർ കോഴ വാങ്ങിയ സംഭവം പാർലമെന്റിന്റെ ഇരുസഭകളെയും തുടർച്ചയായി 2ാം ദിവസവും പ്രക്ഷുബ്ധമാക്കി. രാജ്യസഭയിൽ തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ വിഷയം ഉന്നയിക്കുന്നതിനെ എതിർക്കാൻ ശ്രമിച്ചതും ഏറെ നേരം ബഹളത്തിന് ഇടയാക്കുകയും ചെയ്തു. സഭയ്ക്ക് നാണക്കേടായ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിടാത്തത് ദുരൂഹമാണെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാരും തൃണമൂൽ കോൺഗ്രസും ഇക്കാര്യത്തിൽ ഒത്തുകളിക്കുകയാണ്. പാർലമെന്റ് സമിതി തന്നെ വിഷയം അന്വേഷിക്കണമെന്നും സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു. എന്നാൽ തൃണമൂൽ കോൺഗ്രസ് ആകട്ടെ വീഡിയോ വ്യാജമാണെന്നും വിദേശ ഫണ്ട് സ്വീകരിച്ചാണ് അന്വേഷണം നടത്തിയെന്നുമാണ് നിലപാടാണ് എടുത്തത്. തൃണമൂൽ കോൺഗ്രസ് MP ധരേ ഗോപിറാനാണ് ഇക്കാര്യത്തിൽ തൃണമൂലിന് വേണ്ടി സംസാരിച്ചത് തന്നെ. അപ്പോൾ സ്പീക്കർ ചോദിച്ചത് എങ്കിൽ എന്തുകൊണ്ട് അന്വേഷണം നടത്തി സത്യസ്ഥിതി പുറത്തു വരുന്നതിനെ തൃണമൂൽ എതിർക്കുന്നു എന്നതായിരുന്നു. കാരണം വീഡിയോ വ്യാജമാണെങ്കിൽ പോലും അത് പാർലമെന്റ് സമിതി അന്വേഷിക്കട്ടെ, അന്വേഷിച്ച സത്യസ്ഥിതി പുറത്തു വരട്ടെ എന്നായിരുന്നു സ്പീക്കർ ചോദിച്ചത്. പക്ഷെ ഇത് തൃണമൂൽ അംഗീകരിച്ചില്ല. തൃണമൂൽ ഒരു തരത്തിലുള്ള അന്വേഷണത്തോടും സഹകരിക്കില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഇതേ വിഷയം ലോക്സഭയിലും ഉന്നയിക്കപ്പെട്ടു. തുടർന്ന് സ്പീക്കർ സുമിത്ര മഹാജൻ വിഷയം പാർലമെന്റിന്റെ എത്തിക്സ് കമ്മിറ്റിക്ക് വിട്ടു. എല്ലാ വിഷയം സമഗ്രമായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് എത്തിക്സ് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മനു.
സന്തോഷ് സാർലിംഗ് ദില്ലിയിൽ നിന്നും. JNU യൂണിവേഴ്സിറ്റിയിലെ വിവാദമായ അഫ്സൽ ഗുരു അനുസ്മരണത്തിൽ പുറത്തുനിന്നുള്ളവർ പങ്കെടുത്തുവെന്ന റിപ്പോർട്ട്. VC നിയോഗിച്ച അന്വേഷണ സമിതിയുടേതാണ് റിപ്പോർട്ട്. അതേസമയം അറസ്റ്റിലായ അനിർബൻ ഭട്ടാചാര്യയുടെയും ഉമർ ഖാലിദിന്റെയും ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. വെള്ളിയാഴ്ച വിധി പ്രഖ്യാപിക്കും. സർക്കാർ നയങ്ങളെ വിമർശിച്ചാൽ എങ്ങനെ രാജ്യദ്രോഹമാകുമെന്ന് ഉമർ ഖാലിദിന്റെ അഭിഭാഷകൻ വാദത്തിനിടെ ചോദിച്ചു. മനു ശങ്കർ ചേരുന്നു ദില്ലിയിൽ നിന്നും. മനു, വെള്ളിയാഴ്ച വാദം പൂർത്തിയായിരിക്കുന്നു. വെള്ളിയാഴ്ച വിധി പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മനു, നിലവിൽ വെള്ളിയാഴ്ച ഈ മാസം 18-ാം തീയതി തന്നെ വിധി പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ ദില്ലി പട്ടേൽ ഹൗസ് കോടതി അറിയിച്ചിരിക്കുന്നത്. നിലവിൽ കന്നയ്യകുമാറിന്റെ ജാമ്യ ഹർജി പരിഗണിച്ച അതേ കോടതി തന്നെയാണ്, ബെഞ്ച് തന്നെയാണ് ഈ കേസും പരിഗണിക്കുന്നത്. ഇതിൽ സർക്കാർ നയങ്ങളെ വിമർശിക്കുകയാണ് വിദ്യാർത്ഥികൾ ചെയ്തത്. ഇതെങ്ങനെ രാജ്യദ്രോഹ കുറ്റത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് ഉമർ ഖാലിദിന്റെയും അനിർബൻ ഭട്ടാചാര്യയുടെയും അഭിഭാഷകർ കോടതി മുമ്പാകെ ചോദിച്ചത്. സർക്കാർ നയങ്ങളെ വിമർശിച്ചതിന് രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്നത് രാജ്യദ്രോഹ നിയമത്തെ വളച്ചൊടിക്കുന്നതിന് തുല്യമാണെന്നും അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. വിദ്യാർത്ഥികൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന വീഡിയോകൾ വ്യാജമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഈ വിദ്യാർത്ഥികൾ കീഴടങ്ങണമെന്ന് കോടതി ആവശ്യപ്പെട്ടതിന്റെ തൊട്ടു പിന്നാലെ തന്നെ കീഴടങ്ങുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ക്യാമ്പസിൽ പുറത്തുനിന്ന് എത്തിയ ചില 15-അംഗ സംഘം ആണ് ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ മറ്റും വിളിച്ചതെന്ന് അന്വേഷണ സംഘത്തിലെ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. എന്നാൽ ദില്ലി പോലീസ് ഇതിനെതിരെ വാദിച്ചത് വീഡിയോ മാത്രമല്ല തങ്ങളുടെ പക്ഷം തെളിവായുള്ളത്, പകരം ഈ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ രാജ്യദ്രോഹ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് എന്നതിന് 10ഓളം സ്വതന്ത്ര ദൃക്സാക്ഷി തെളിവുകളുടെ മൊഴി തങ്ങൾക്ക് രേഖപ്പെടുത്താനായിട്ടുണ്ട് എന്നാണ് ദില്ലി പോലീസ് വാദിച്ചിരിക്കുന്നത്. നിലവിൽ ഇക്കാര്യത്തിൽ വാദം പൂർത്തിയായിരിക്കുകയാണ്. വെള്ളിയാഴ്ച ഇത് സംബന്ധിച്ച അന്തിമ വിധി കോടതി പ്രഖ്യാപിക്കും. അതേസമയം പുറത്തുനിന്ന് 15-അംഗ സംഘം JNUവിൽ എത്തിയിരുന്നെന്നും ഇവർ രാജ്യദ്രോഹ മുദ്രാവാക്യങ്ങൾ എന്ന് തോന്നിപ്പിക്കുന്ന ചില കാര്യങ്ങൾ വിളിച്ചിരുന്നു എന്നും കൂടിയാണ് അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. അതിനാൽ തന്നെ ഈ കന്നയ്യടക്കമുള്ള വിദ്യാർത്ഥികൾ രാജ്യദ്രോഹ മുദ്രാവാക്യങ്ങൾ വിളിച്ചിരുന്നില്ലെന്ന ആദ്യ റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്ന കാര്യങ്ങളുള്ള അടങ്ങിയ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മനു ശങ്കറാണ് ദില്ലിയിൽ നിന്നും വിവരം. VM സുധീരനെതിരെ രൂക്ഷ വിമർശനവുമായി K സുധാകരൻ. പ്രതിപക്ഷത്തിന് അടിക്കാൻ വടി കൊടുക്കുകയാണ് സുധീരൻ ചെയ്യുന്നതെന്ന് സുധാകരൻ ആരോപിച്ചു. KPCC നിർവാഹക സമിതി യോഗത്തിലാണ് സുധാകരന്റെ വിമർശനം. വിവരങ്ങൾ MR സജേഷ് നൽകും. സജേഷ്, AI ഗ്രൂപ്പുകൾ ഒരുമിച്ച് സുധീരനെതിരെ രംഗത്ത് വന്നിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണോ സുധാകരന്റെ വിമർശനം വന്നിരിക്കുന്നത്? തീർച്ചയായും മനു, കരുണ എസ്റ്റേറ്റിൽ ഇന്നലെ VM സുധീരൻ നടത്തിയിട്ടുള്ള ഈ കൊള്ളക്കിന് കൂട്ടുനിൽക്കാനാകില്ല എന്ന പ്രസ്താവനയിൽ AI ഗ്രൂപ്പുകൾ ഒരുമിച്ച് എതിർക്കുകയാണ്. ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ പരാതി നൽകുന്നതിനുള്ള തീരുമാനവും ഗ്രൂപ്പ് നേതാക്കൾ എത്തുന്നുണ്ട്. മുകുൾ വാസ്നിക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പ് സമിതിയിൽ പങ്കെടുക്കുന്നതിനായി തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. മുകുൾ വാസ്നിക്കിന് നേരിട്ട് പരാതി നൽകുന്നതാണ് ഇവരുടെ തീരുമാനം. KPC നിർവാഹക സമിതി യോഗത്തിലും സുധീരനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നു. K സുധാകരനാണ് അല്പം മുമ്പ് സംസാരിച്ചത്. K സുധാകരൻ വലിയ വിമർശനം സുധീരനെതിരെ ഉന്നയിച്ചു. LDFിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് അടിക്കാനുള്ള വടി കൊടുക്കുകയാണ് KPC അധ്യക്ഷന്റെ നിലപാടാണ് എന്ന പരാമർശമാണ് K സുധാകരൻ യോഗത്തിനകത്ത് നടത്തിയത്. AI ഗ്രൂപ്പ് നേതൃത്വം കൂടിയാലോചിച്ച് തന്നെ സുധീരനെ കടന്നാക്രമിക്കുന്നതിനുള്ള ഒരു തീരുമാനവും ഇക്കാര്യത്തിൽ എടുത്തിട്ടുണ്ട്. നേരത്തെ ബാർ കേസിന് സമാനമായ രീതിയിൽ പാർട്ടിയും സർക്കാരും രണ്ട് തട്ടിലേക്കാണ് ഈ കരുണ എസ്റ്റേറ്റ് വിഷയത്തിൽ നീങ്ങുന്നത്. ഇന്ന് മന്ത്രിസഭ ഇക്കാര്യത്തിൽ സുധീരൻ നില ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ഉത്തരവ് പിൻവലിക്കുന്ന നടപടി സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സുധീരൻ എന്ത് നിലപാടെടുക്കുമെന്നുള്ളതും നിർണായകമാണ്. മനു, MR സജേഷാണ് വിവരങ്ങൾ നൽകിയത്. പാകിസ്ഥാനിലെ പെഷാവാറിൽ വൻ സ്ഫോടനത്തിൽ 15 പേർ മരിക്കുകയും 50ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സർക്കാർ ജീവനക്കാരുമായി പോയ ബസ്സിനകത്തായിരുന്നു ഉഗ്രസ്ഫോടനമുണ്ടായത്. പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ പെഷവാറിൽ സർക്കാർ ജീവനക്കാരെ ഓഫീസിലെത്തിക്കാൻ പുറപ്പെട്ട ബസ്സിനകത്താണ് ഉഗ്രസ്ഫോടനം ഉണ്ടായത്. സ്ഫോടനത്തിൽ 15 പേർ മരിച്ചു, 50ഓളം പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരമാണ്. സിവിൽ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരെയും കൊണ്ട് മർദാൻ നഗരത്തിൽ നിന്ന് പെഷവാറിലേക്കുള്ള യാത്രാമധ്യേ സുനേഹ്രി മസ്ജിദ് റോഡിൽ വെച്ചായിരുന്നു സ്ഫോടനം. ബസ്സിൽ ഘടിപ്പിച്ചിരുന്ന സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്ന് SP ഖാൻ കാഷിഫ് സുൽഫിക്കർ അറിയിച്ചു. മരിച്ചവരിൽ 2 സ്ത്രീകളും ഒരു കുട്ടിയും ഉൾപ്പെടും. സ്ഫോടനത്തിന്റെ തീവ്രതയിൽ സമീപത്തുള്ള കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. തദ്ദേശവാസികളും പോലീസുകാരും ബസിന്റെ മുകൾ ഭാഗം വെട്ടിപ്പൊളിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല. പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് സംഭവത്തെ അപലപിച്ചു. ന്യൂസ് ഡെസ്ക്. അമേരിക്കയിലെ 3ാം സൂപ്പർ ട്യൂസ്ഡേയിൽ നടന്ന 5 പ്രൈമറികളിൽ ഫ്ലോറിഡ, ഒഹായോ, നോർത്ത് കരോലിന എന്നിവിടങ്ങളിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ഹിലാരി ക്ലിന്റന് ജയം. അമേരിക്കയിൽ നിന്നും ജോർജ് പടിയത്തിന്റെ റിപ്പോർട്ടിലേക്ക്. 2016 നവംബറിൽ നടക്കാനിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെയും നോമിനികളെ തിരഞ്ഞെടുക്കുന്ന പ്രൈമറി കോക്കസുകളുടെ ഭാഗമായി ഇന്ന് മാർച്ച് 15 തേർഡ് സൂപ്പർ ട്യൂസ്ഡേയിൽ നടന്ന 5 പ്രൈമറികളിൽ ഫലം പ്രഖ്യാപിച്ച ഫ്ലോറിഡ, ഒഹായോ,
നോർത്ത് കരോലിന എന്നിവിടങ്ങളിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ഹില്ലരി ക്ലിന്റൺ വിജയം നേടിയപ്പോൾ ഫലപ്രഖ്യാപനം നടക്കാനിരിക്കുന്ന മിസൗറിയിൽ എതിർ സ്ഥാനാർത്ഥി ബെർണി സാൻഡേഴ്സും ഇല്ലിനോയിസിൽ ഹില്ലരി ക്ലിന്റണും മുന്നിൽ നിൽക്കുന്നു. അതേസമയം റിപ്പബ്ലിക്കൻ പാർട്ടി ഫ്രണ്ട് റണ്ണർ ഡൊണാൾഡ് ട്രംപ് ഫ്ലോറിഡ, ഇല്ലിനോയിസ്, നോർത്ത് കരോലിന എന്നീ പ്രൈമറികളിൽ വിജയം കൈവരിക്കുകയും എന്നാൽ ഫലപ്രഖ്യാപനം നടക്കാനിരിക്കുന്ന മിസൗറിയിൽ ട്രംപും തൊട്ടടുത്ത സ്ഥാനാർത്ഥി ടെഡ് ക്രൂസും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഏറ്റവും സമ്മതനായിരുന്ന സ്ഥാനാർത്ഥി മാർക്കോ റൂബിയോ തന്റെ ഹോം സ്റ്റേറ്റായ ഫ്ലോറിഡയിൽ പരാജയപ്പെടുകയും പ്രൈമറിയിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്യുകയും ചെയ്ത് പാർട്ടി എസ്റ്റാബ്ലിഷ്മെന്റിന് വൻ തിരിച്ചടിയായി. അതേസമയം ഡെമോക്രാറ്റിക് പാർട്ടി നോമിനേഷന് ആവശ്യമായ 2383 ഡെലിഗേറ്റ്സിൽ ഹില്ലരി ക്ലിന്റൺ ഇതുവരെ 1364 ഡെലിഗേറ്റ്സ് നേടിക്കഴിഞ്ഞു. റിപ്പബ്ലിക്കൻ ഫ്രണ്ട് റണ്ണർ ഡൊണാൾഡ് ട്രംപ് ആവശ്യമായ 1237 ഡെലിഗേറ്റ്സിൽ ഇതുവരെ 570 ഡെലിഗേറ്റ്സ് നേടി. കണ്ണൂർ സെൻട്രൽ ജയിൽ മാർച്ചിനെത്തിയ RSS BJP പ്രവർത്തകർ കാർ യാത്രക്കാരെ ആക്രമിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ബസിൽ നിന്നിറങ്ങി സ്ത്രീകളടക്കമുള്ള സംഘമാണ് കാർ യാത്രക്കാരെ ക്രൂരമായി മർദ്ദിച്ചത്. യാത്രക്കാരായ മുഴപ്പിലങ്ങാട് സ്വദേശികളെ RSS സംഘം ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കണ്ണൂരിൽ ജയിൽ മാർച്ചിൽ പങ്കെടുക്കാനെത്തിയ RSS പ്രവർത്തകരെയും വഹിച്ചെത്തിയ തലശ്ശേരി ഇരിട്ടി റൂട്ടിലോടുന്ന ബസ് ട്രാഫിക് നിയമം തെറ്റിച്ച് സഞ്ചരിക്കവേ കാർ യാത്രക്കാരനുമായി പ്രശ്നമുണ്ടാക്കുകയായിരുന്നു. ബസ്സിലുണ്ടായിരുന്ന RSS പ്രവർത്തകർ ഇറങ്ങി വന്ന് കാറിലുണ്ടായിരുന്നവരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് CCTVയിൽ പതിഞ്ഞത്. സ്ത്രീകളടക്കമുള്ളവർ ബസ്സിൽ നിന്നിറങ്ങി വന്ന് മർദ്ദനത്തിന് ശേഷം ബസ്സിലേക്ക് ഓടിക്കയറുന്ന ദൃശ്യങ്ങളാണ് CCTVയിൽ പതിഞ്ഞിരിക്കുന്നത്. കാർ ഡ്രൈവർ അഫ്സൽ, സുഹൃത്ത് നവാസ് എന്നിവരെ ആക്രമിക്കുന്ന രംഗങ്ങളാണിവ. ഇവരെ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദൃശ്യങ്ങളിലുള്ള ചില ആളുകളെ തിരിച്ചറിഞ്ഞതായി ധർമ്മടം പോലീസ് അറിയിച്ചു. പൊന്നം നായനാർ റോഡ്, ഡയമണ്ട് മുക്ക് എന്നിവിടങ്ങളിലുള്ള RSS BJP പ്രവർത്തകരാണിവർ. ദൃശ്യത്തിൽ പതിഞ്ഞിരിക്കുന്ന സ്ത്രീ BJPയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി കൂടിയാണ്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. RSS സ്ത്രീകളടക്കം ആക്രമണത്തിന് ഉപയോഗിച്ചതിന്റെ തെളിവാവുകയാണ് ഈ ദൃശ്യങ്ങൾ. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.